സ്വന്തം ജീവനെ റിസ്ക് ചെയ്ത് അവരെന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തേണ്ടത് അതിനു വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടി. പാരന്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ സാധാരണ ക്ലാസ്സെടുക്കും മോസസിന്റെ ഈ കാര്യം പറയാറുണ്ട്. അവർ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. തങ്ങളുടെ കുഞ്ഞിലെ ദൈവോദ്ദേശം നിർവഹിക്കപ്പെടണം എന്ന തിരിച്ചറിവിൽ അവർ തങ്ങളുടെ ജീവനെ റിസ്ക് ചെയ്ത് അവനെ സൂക്ഷിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ലക്ഷ്യമുണ്ട്. ഈ ഭാഗങ്ങൾ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ആത്മാവിന് വിധേയപ്പെടുമെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ 112 കൂട്ടം കാര്യങ്ങൾ പഠിക്കാനല്ല നമ്മളോട് വന്നിരിക്കുന്നത്. And the Spirit of the Lord should speak to your heart and mind. And then certainly you should decide what God, or you should ask God what your will in my life and in the life of my child. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ കൂടെ ഇടയ്ക്ക് ആലോചിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവിടെ ഈ കുഞ്ഞ് വളർന്നു വരികയാണ്. ആ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതൊന്നും അല്ല നമ്മളതിന്റെ കോർ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കരുത് 80-ാമത്തെ വയസ്സിൽ ദൈവം അവനോട് സംസാരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് അവൻ ആദ്യമായിട്ട് ഇടപെടുന്നത്. നോ, ഈവൻ വെൻ ഹി വാസ് ഇൻ ദ പാലസ് ഓഫ് ദി ഈജിപ്ഷ്യൻ ഫാറോ, the Spirit of the Lord was speaking to him, and the Spirit of the Lord was arguing with him, and the Spirit of the Lord was a reality to him. അതൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? 80-ാമത്തെ വയസ്സിൽ അവൻ ദൈവത്തിന് തന്നെ സമർപ്പിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവനുമായിട്ട് ഇടപെടുന്നത്. അങ്ങനല്ല. അവന്റെ ജനനം മുതൽ ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവിനെ വിട്ടുപിരിയാതെ അവനോട് വാദിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7-ാം അധ്യായത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തില് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ മോശയെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ അവൻ പറയുന്നതറിയാമോ? അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് അവന് മനസ്സിൽ തോന്നി. അവന് 40 വയസ്സ് തികയാറായപ്പോൾ എന്താണ്? ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് അവന് മനസ്സിൽ തോന്നി. ആരാ തോന്നിച്ചത്? ആരാ പറഞ്ഞത്? ആരാ ഇവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൊടുത്തത്? ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ്, അവന് ദിവ്യ സൗന്ദര്യമുള്ളവനാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ അവന്റെ സഹോദരന്മാർ ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് അവനെ നയിച്ചത്. ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ച് വളർന്ന മോശയെ സംബന്ധിച്ചിടത്തോളം നോർമലി അവന് ചിന്തിക്കാൻ പറ്റത്തില്ല അവനൊരു ഹീബ്രുവാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനോട് എന്നും പറഞ്ഞുകൊണ്ടിരുന്നു, മോസസ്, നീ എന്താ ചെയ്യുന്നേ? ഇതൊന്നുമല്ല നിന്റെ ലോകം. ദൈവത്തിന്റെ ആത്മാവ് അവനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു. അവനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പോഴത്തെ സ്റ്റേജ് അനുസരിച്ചാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബിക്കം ദ സെക്കൻഡ് ദി അതർ ഫാറോ, ഇല്ലേ? അടുത്ത ഫറവോനായിട്ട് നിന്നെ ആക്കും. അതും വെച്ചോണ്ടിരിക്കുകയാണോ നീ? എന്നാൽ മിസ്രയീം ഭരിക്കുക എന്നുള്ളതല്ല ഞാൻ നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നിന്റെ സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതിനു വേണ്ടി. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 7-ാമത്തെ 25-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എന്ന് വെച്ചാൽ എന്താ? അവൻ അറിയാമായിരുന്നു അതിന്റെ അർത്ഥം, ഇല്ലേ? അവൻ അറിയാമായിരുന്നു. ഈ അണ്ടർസ്റ്റാൻഡ്? അവൻ അറിയാമായിരുന്നു എന്താണ്? ഞാൻ മുഖാന്തരമാണ് ദൈവം ഇസ്രായേലിന് രക്ഷ വരുത്തുന്നത്. എപ്പോഴ്? 40 വയസ്സ് തികയുന്നതിന് മുമ്പേ തന്നെ അവൻ അറിയാമായിരുന്നു. 40 വയസ്സിൽ തികയുന്നതിന് മുമ്പേ തന്നെ മോശയ്ക്ക് അറിയാമായിരുന്നു താൻ മുഖാന്തരമാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം രക്ഷ വരുത്താൻ പോകുന്നത് എന്ന് അവൻ അറിയാമായിരുന്നു. അതിനവൻ ഉപയോഗിച്ച മാർഗം, അല്ലെങ്കിൽ അവന് ആ ആഗ്രഹത്തിൽ, ആ തൃഷ്ണയിൽ അവൻ ചെയ്ത പ്രവൃത്തികൾ അത്ര ദൈവാത്മാവിന്റെ പൂർണ്ണ ബോധ്യത്തിനനുസരിച്ച് അല്ലായിരുന്നെങ്കിൽ പോലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? യു ആർ ദ ചോസൻ വൺ, നിന്നെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ? അവന്റെ ലൈഫിനെ അവൻ മാറ്റാൻ തുടങ്ങി. അവൻ ആത്മാവും, അല്ലെങ്കിൽ ആത്മാവ് എന്താണ്? കഷ്ടം തിരഞ്ഞെടുക്കാൻ. അവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എബ്രായ ലേഖനത്തിൽ അതിന്റെ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മോശയുടെ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് എബ്രായ ലേഖനകാരൻ പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ബോധപൂർവമായിട്ട് അതിന്റെ ഡിഫറൻസ് കാണത്തക്ക നിലയിൽ തന്നെ നമ്മളവിടെ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. അവൻ മിസ്രയീമിന്റെ സകല ജ്ഞാനവും അവൻ അഭ്യസിച്ചെങ്കിലും അവൻ എന്ത് ചെയ്തു? അവൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്താണ്? കഷ്ടതയാണ്. തെരഞ്ഞെടുത്തത്. അപ്പൊ കഷ്ടത തെരഞ്ഞെടുക്കാൻ അവനെ പഠിപ്പിച്ചത് ആരാ? ആത്മാവ്, ജ്ഞാനമല്ല.
മിസ്രൈമിലെ ജ്ഞാനമായിരുന്നു അവൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അവൻ ഒരിക്കലും കഷ്ടം തെരഞ്ഞെടുക്കത്തില്ലായിരുന്നു. ഇല്ലേ? മിസ്രൈമിന്റെ ബുദ്ധി എന്താണെന്നറിയാമോ? മിസ്രൈമിന്റെ ബുദ്ധി കഷ്ടപ്പെടുത്തുക എന്നുള്ളത്, അല്ലാതെ കഷ്ടം തെരഞ്ഞെടുക്കുക എന്നുള്ളതല്ല. പുറപ്പാട് ദിവസം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ ഫറവോൻ പറയുകയാണ്, എന്താ ഈ ജനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല, അവരൊത്തിരി ശക്തരായിട്ട് വരുന്നുണ്ടെന്ന് വായിക്കാം. 1:10-11. നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടുപോയി കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നമ്മളോട് ബുദ്ധിയായി പെരുമാറുക. അപ്പം മിസ്രൈമിന്റെ ബുദ്ധി എന്താണ്? എന്താ? നോക്കുക, മിസ്രൈമിന്റെ ബുദ്ധി എന്താണ്? കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. മിസ്രൈമിന്റെ ബുദ്ധി കഷ്ടപ്പെടുത്തി അവരെ ഊഴിയവേല ചെയ്യിക്കുക എന്നുള്ളതാണ്. മോശയുടെ ബുദ്ധി എന്തുവാണ്? കഷ്ടം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അത് അവൻ മിസ്രൈമിൽ നിന്ന് പഠിച്ചതല്ല, ആത്മാവ് അവനെ പഠിപ്പിച്ച കാര്യമാണ്. മിസ്രൈമിന്റെ സകല ജ്ഞാനവും പഠിച്ച മോശ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായതുകൊണ്ടാണ് അവൻ ചൂസ് ചെയ്തത് എന്താണ്? കഷ്ടതയാണ് ചൂസ് ചെയ്തത്. കഷ്ടത അവൻ ചൂസ് ചെയ്യുക, ഇല്ലേ? കഷ്ടത തിരഞ്ഞെടുക്കുന്ന ബുദ്ധിയും ആത്മാവും തമ്മിലുള്ള ആ വലിയ കോൺട്രാസ്റ്റ് ഇവിടെ, ആ ഡിഫറൻസ് ഇവിടെ ശരിക്കും ഇവിടെ കാണുന്നുണ്ട്. ഈ 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, ഒന്നാമത് അതിന്റെ 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭാവത്തെക്കാളും ദൈവജനത്തോടുള്ള കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും. നോക്കുക, ഇവിടെ ബുദ്ധി പറഞ്ഞു എന്നറിയാമോ? കോൾഡ് ആസ് എ സൺ ഓഫ് ദ ഫാറോസ് ഡോട്ടർ. ബുദ്ധി പറഞ്ഞു ഏറ്റവും നല്ലത് എന്താണ്? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതാണ്. അതാണ് ഏറ്റവും നല്ല കാര്യം, അല്ലേ? സർട്ടൻലി. കാരണം അവന്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ അവിടെ പറഞ്ഞിരിക്കുന്ന അത് അവൻ നിരസിക്കുന്ന, അതിന്റെ അർത്ഥം ഇവൻ ആവശ്യപ്പെടുകയല്ല, എല്ലാവരും അവനെ കാണുമ്പോഴത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ആഴത്തിൽ എബ്രായ ലേഖനകാരൻ പറയുന്നതെന്നറിയാമോ? ഹി വാസ് ദ സൺ ഓഫ് ഫാറോസ് ഡോട്ടർ ആൻഡ് ഹി വാസ് ദി പ്രപ്പോസ്ഡ് ഫാറോ ഓഫ് ഈജിപ്റ്റ്. അപ്പൊ ആളുകളെല്ലാം കാണുമ്പോഴത്തേക്ക് എന്താണ്? തൊഴുത് പറയാണ്, ഓ സൺ ഓഫ് ഫാറോസ് ഡോട്ടർ, വി വർഷിപ്പ് യു. അവരൊന്ന് വർഷിപ്പ് ചെയ്യുക, ഇല്ലേ? എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നു, യു ആർ ദ നെക്സ്റ്റ് ഫാറോ. എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ വിളിക്കുന്നില്ല, നമുക്കിപ്പോ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളതല്ല. ഈ റെഫ്യൂസ്, അവനത് നിരസിച്ചു. എന്തുകൊണ്ട് നിരസിച്ചു? He said, no, I am not Pharaoh's daughter, I am a Hebrew. നമ്മൾ മനസ്സിലാക്കണം അതിന്റെ വ്യാപ്തി. അവൻ പറഞ്ഞു, അല്ല, ഞാൻ ഫറവോന്റെ പുത്രിയുടെ മകനല്ല, ഞാൻ ആരാണ്? I am a Hebrew. He called himself a Hebrew, and in those days Hebrews were slaves, and he called himself a slave. അവൻ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുക മാത്രമല്ല, അവൻ പറഞ്ഞു, I am a slave. തലയൊക്കെ ഉയർത്തി പിടിച്ചാണ് പറയുന്നത്, കൈയൊക്കെ കെട്ടിയെന്നാണ് പറയുന്നത്. അടിമയായിട്ടൊന്നുമല്ല. I am a slave, call me a slave. ഇതേതാ ബുദ്ധി? ബുദ്ധിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതാണ് ബുദ്ധിയും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇന്ന് ഒരിക്കൽ, ഇന്നത്തെ ഞാൻ പറയട്ടെ, ഇന്ന് പെന്തക്കോസ്തുകാർ ഉൾപ്പെടെയുള്ള സകല ആത്മാവിന്റെ ആളുകളും ബുദ്ധി തിരക്കി പോകുന്നവരാണ്. അവരാരും, how many of you want to be called as a slave? Somebody? ദൈവദാസൻ എന്നൊക്കെ വിളിക്കുന്ന ഇഷ്ടമാണ് എല്ലാവർക്കും. മനുഷ്യന്റെ ദാസനെ വിളിക്കാൻ ഇഷ്ടമാണ് അല്ല. നോബഡി. പൗലോസ് പറയുന്നത്, പൗലോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവ് എന്നും ഞങ്ങൾ അവൻ നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ. ഞാനൊരു പാസ്റ്റേഴ്സിന് ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ ഇത് പറഞ്ഞിട്ട് പാസ്റ്റർമാരെല്ലാം കൊണ്ട് തലേ കയറാൻ വന്നു. ബ്രദറെ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ ഒരു ദാസം പറയൂ, നമ്മൾ മനുഷ്യന്റെ ദാസനാണോ? ബ്രദർ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് പറഞ്ഞു. പൗലോസ് പറഞ്ഞ എന്തുവാ? ഞങ്ങൾ അവൻ നിമിത്തം നിങ്ങളുടെ, ആരുടെ? കർത്താവിന്റെ അല്ല, നിങ്ങളുടെ ദാസന്മാരും അത്രേ. Nobody want to be called as a slave. But Moses said, I am not Pharaoh's son. I am not the next Pharaoh. I never want to do that. I never will become a Pharaoh. I am a slave. അവൻ എന്താണ്? പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. He said, no, I am not an Egyptian. I am a slave. I am a Hebrew. പ്രിയമുള്ളവരെ, ഏതാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്? ഏതാ തെരഞ്ഞെടുക്കുന്നത്? മെനി ടൈംസ് ഇൻ അവർ നോർമൽ ലൈഫ്, നമ്മുടെയൊക്കെ നോർമൽ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ കൂട്ടുകാരോ മറ്റാരെങ്കിലും ചോദിച്ചു നോക്ക്, വാട്ട് ഈസ് യുവർ റിലിജിയൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇഫ് യു ആസ്ക് മീ, ഐ തിങ്ക്, isn't it? You never want to tell your identity because you think that is something to be ashamed of, right? അല്ലേ? ലജ്ജിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും അതിനെ കാണുന്നത്. How many of you are proud of saying that I am a child of God, I belong to my Lord Jesus എന്ന് പറയാനുള്ള ആ പ്രൈഡ് എത്ര പേര് കാണിക്കുന്നുണ്ട്?
How many of you refuse to be called as somebody else? നമ്മൾ പറയുന്നത് എന്താ അറിയാമോ? അവരും പറയും നമുക്കൊല്ലും പറയാൻ പറ്റും. Let them say. No. നമ്മൾ അതിനെക്കുറിച്ച് പ്രൗഡ് അല്ലാത്തത് കൊണ്ടാണ്. പ്രൗഡ് അല്ലാത്തത് എന്താണെന്നറിയാമോ? We are not controlled by the Holy Spirit. If you are controlled by the Holy Spirit, if you are led by the Holy Spirit, then certainly all your heart will be to say that you are a child of God, and you will proclaim it with all your heart. Everywhere, anywhere. എന്തുകൊണ്ട് പറ്റുന്നില്ല? മറ്റൊന്നുമല്ല. We are not controlled by the Holy Spirit. We are not led by the Holy Spirit. Moses said, no, I am not the son of the Pharaoh's daughter. I am a Hebrew. I am a slave. അവൻ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടെ അത് പ്രതിഫലം നോക്കിയത് കൊണ്ട്, ഇല്ലേ? പ്രതിഫലം നോക്കിയത് കൊണ്ട്. ഇത് ഇംഗ്ലീഷിൽ വാസ്തവത്തിൽ ഈ വാക്യം മുകളിലും താഴെമായിട്ട് കിടക്കുന്നു. Verse 24 says about Pharaoh's daughter's son, and verse 25 pleasures of sin. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും. See, he is coming from a royal, he is a royal youth. In fact, he lives in the palace. അവൻ കൊട്ടാരത്തിൽ ജീവിക്കുകയാണ്. Naturally, a royal youth who is the pet of the royal palace could do all kind of sins. പാപം ചെയ്യണമെങ്കിലും കാശ് വേണം. ഇല്ല, പാപം ചെയ്യാൻ കാശില്ലാതെ പറ്റും. കള്ളു കുടിക്കണമെങ്കിൽ കാശ് വേണ്ടേ? ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന, ഞാൻ ഇന്ന് രാവിലെ ആ കാര്യത്തെക്കുറിച്ച് പറയായിരുന്നു. ഈ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം, അവർക്ക് പാപം ചെയ്യാൻ നേരത്തെയൊക്കെ പാപം കള്ളു കുടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കാശുണ്ടായിരുന്നു, ഇല്ലല്ലോ. അല്ലെങ്കിൽ വേറൊരു ജീവിതം ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പൈസ ഉണ്ടായി. പക്ഷെ ഇന്നതല്ല. എവരിബഡി ഈസ് ഹാവിംഗ് മണി. എല്ലാവരുടെയും കാശ്. പിള്ളേർ ജോലിക്ക് കയറുമ്പോൾ തന്നെ ദേ ഗെറ്റ് എ ലോട്ട് ഓഫ് മണി. ഈവൻ ഇൻ ഇന്ത്യ, കേരള, 20,000, 18,000, 20,000 ഒക്കെയാണ് സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ 25,000. 25,000 ഒരു, അല്ലെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ അവന് ഏതെങ്കിലും ഒരു നല്ല കമ്പനി ജോലി കിട്ടി കയറുമ്പോഴത്തേക്ക് 18,000, 20,000 രൂപ. അവൻ ആദ്യത്തെ ദിവസം പോയി മൊബൈൽ ഫോൺ വാങ്ങിക്കും. ഫസ്റ്റ് ഡേയിൽ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ പോയി വാങ്ങിക്കുന്നതാണ് ഒരു മൊബൈൽ ഫോൺ, ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചെറുക്കനെ ജോലി കിട്ടി, 40,000 ശമ്പളമുണ്ട്. അവൻ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര അടിച്ചു പൊളിച്ച് വലിയ ആഘോഷമാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ അമ്മയ്ക്ക് വല്ല ഒരു സാരി വല്ല വാങ്ങിച്ചു കൊടുത്തു. അന്നേരം അവൻ ആലോചിക്കുന്നു, അമ്മയ്ക്കെന്തൊരു സാരി, അമ്മയ്ക്ക് എന്തുമാത്രം സാരിയുണ്ട്, അമ്മയ്ക്ക് എന്തുമാത്രം സാരിയുണ്ട്, അമ്മയ്ക്ക് എന്തൊരു സാരി ഇല്ലേ? അവൻ ആലോചിച്ചേ ഇല്ല. ഇനമായി പണമുണ്ട്, പണമുള്ളത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവന് ധാരണയില്ല. ആൻഡ് he can indulge in all kind of sins. ഏത് പാപത്തിൽ വേണമെങ്കിലും അവന് ഇൻവോൾവ് ചെയ്യാൻ പ്രയാസമില്ല. റൈറ്റ്? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെ ഇതിവിടെ പണം മാത്രമല്ല, അധികാരമുണ്ട്. ഇവൻ എന്ത് പാപം ചെയ്താലും ആരും ഇവനോട് ചോദിക്കാൻ ഇല്ല. എന്ത് പാപം ചെയ്താലും ആരും ഇവനോട് ചോദിക്കാനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ, തൽക്കാല ഭോഗം, pleasures of sin. Sin has got a pleasure. പാപത്തിനൊരു സുഖം ഉണ്ട്. But that is a pleasure. That is not a joy. അത് ജോയ് അല്ല, it is only a pleasure. ഒരു സുഖം അല്ലെ? പാപത്തിനല്ല അത്രേ ഉള്ളൂ. കാര്യം പ്ലഷർ എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. Any kind of sin, all, I don't know, the pleasure that you get from a sin is just for few minutes or maybe few hours or for few days. I don't think that will last for few days. ഏത് പാപത്തിന്റെ സുഖം കുറച്ചു നേരത്തേക്ക്, in few hours you are the same, right? അതവൻ മനസ്സിലാക്കി. അവൻ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും തെരഞ്ഞെടുത്തത് എന്താണ്? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തെരഞ്ഞെടുത്തു, ഇല്ലേ? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നത് അൺലെസ് ഇവിടെ പറയുന്ന ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ദൈവജനത്തോടുകൂടെ നോക്കുക, അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഈ പാപത്തിന്റെ അവസ്ഥയിലൂടെ പോകേണ്ട, അല്ലെങ്കിൽ പോകാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, man, unless you share ill treatment with your brothers, you cannot become their savior. നിന്റെ സഹോദരന്മാരോടുകൂടെ അവരുടെ ഇൽ ട്രീറ്റ്മെന്റ് അത് നീ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നിനക്കൊരിക്കലും അവരുടെ സേവിയർ ആകാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ മനസ്സിൽ ദൈവാത്മാവ് പറഞ്ഞു,